ഡേ ലോക്കി എന്നടാ പണി വെച്ചിരിക്കേ. ഞാനിന്ന് പടം കണ്ടു. രാവിലെ 6 മണിക്കായിരുന്നു ഷോ. ഒരു പ്രോപ്പർ രജനീകാന്ത് പടമാണ്, ഒരു പ്രോപ്പർ ലോകേഷ് പടമാണെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകേഷിന്റെ പടങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ലോകേഷിനെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. ലോകേഷിന്റെ പടങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻട്രോ, ഇന്റർവെൽ ആൻഡ് ക്ലൈമാക്സ്. ഈ 3 പോയിന്റുകളിൽ എവിടെയെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു എലിവേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ വിക്രം സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റർവൽ പോർഷൻ കിട്ടില്ലനാണ്, അതിന്റെ ക്ലൈമാക്സ് കിട്ടില്ലെന്നാണ്. കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇന്നത് ആലോചിക്കുമ്പോൾ ആ പടം ഒന്ന് കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഇതുപോലെ തന്നെ ലിയോ സിനിമയുടെ ഇന്റർവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ് പൊട്ടിക്കുന്ന സമയത്ത് മറ്റേ ബാഡാസ്മ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് വരുന്ന ഒരു ഷോട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, തരിപ്പിന്റെ അങ്ങേറ്റായിരുന്നു. ഇതുപോലൊരു വലിയൊരു ഇന്റർവെൽ ഒക്കെ പ്രതീക്ഷിക്കുന്ന, പ്രത്യേകിച്ച് ലോകേഷ് പറഞ്ഞ ഒരു കാര്യം, കൂലിയുടെ ഇന്റർവെൽ എന്ന് പറയുന്നത് നിങ്ങളെ തരിപ്പിക്കുന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ സ്റ്റാർട്ടിങ് കിടിലനായിരുന്നു. കിടിലൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർ ടൈറ്റിൽ ഏത് പടത്തിൽ കാണിക്കുന്ന സമയത്തും അതിപ്പോൾ ലൊക്കേഷൻ അല്ല ആര് ചെയ്തേക്കുന്ന സമയത്ത് കിടില എന്നുള്ള കാര്യത്തൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ജയിലറിനകത്തൊക്കെ നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യമാണ്. ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇൻട്രോ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കഥ പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മളുടെ സൗബിന്റെ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും പറയാനായിട്ടില്ല. കാരണം പുള്ളിയുടെ പണി നല്ല നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വില്ലന് വേണ്ട എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാ ആക്ഷൻസുകളും പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ആയിക്കോട്ടെ, ആക്ഷൻസ് ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും സൗബിൻ ഇസ് വേറെ ലെവൽ. അത് വേറെ തട്ട്, അങ്ങ് മാറ്റി നിർത്തിയേക്ക്. ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ സൈമൺ ആണ്. സൈമന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ നാഗാർജുന ചെയ്തേക്കുന്ന ക്യാരക്ടർ ഭയങ്കര ബിൽഡപ്പ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര NRI ലെവലിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ സോക്കോൾഡ് നമ്മൾ പ്രോളക്സിലൊക്കെ കണ്ടേക്കുന്ന പോലത്തെ ഒരു എനർജി കിട്ടിയെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് വേണം പറയാനായിട്ട്. ഡിപ്പെൻസ് ആണ്. എനിക്ക് അത്രയും ഫീൽ ചെയ്തായിരുന്നില്ല. രജനീകാന്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കിടിലൻ എന്നാണ് പറയുന്ന പോലെ തന്നെ ഈ സിനിമയ്ക്കകത്തും നല്ലൊരു ഇൻട്രൊഡക്ഷൻ, പ്രത്യേകിച്ച് ഒരു വേറെ ലെവൽ, ഒരു ഗാങ്സ്റ്റർ കൈൻഡ് ഓഫ് ഒരു സാധനമാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നെയായിരുന്നു ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ കഥ ആദ്യമേ തന്നെ നല്ല ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും കഥ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ ക്യൂരിയോസിറ്റി എവിടേക്ക് വെച്ച് ഡ്രോപ്പ് ആയി പോയിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് എനിക്ക് തോന്നുന്നു ലിയോ ഫ്ലാഷ് ബാക്ക് പോലെ തന്നെ ഇതിനകത്ത് കുറേ ഭാഗങ്ങൾ മിസ്സായി പോയിന്നുള്ള കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്. പല ഭാഗങ്ങളും ഇനി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് പോയിരിക്കുന്നതാണോ, എഡിറ്റിംഗിൽ സംഭവിച്ചിരിക്കുന്നതാണോ എന്നൊന്നും എനിക്കൊരു പിടിയില്ല. കാരണം കഥയൊക്കെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തേക്കുന്ന പോലെ ഡീകോഡിങ്സ് കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളിനകത്തും അതൊന്നും ഞാൻ പറയണില്ല. എനിക്ക് ഈ പറയാനുള്ള കാര്യം, ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന പ്രഡിക്ഷൻസിലും ഡീകോഡിങ്സിലും ഏറ്റവും കൂടുതൽ കണക്ഷൻ വന്നേക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കഥ നമ്മൾ പറയുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സിന്റെ ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അവരെങ്ങനെ ഒരു ടീമായി, അവരുടെ ഇടയിൽ എങ്ങനെ ഒരു ഫ്രിക്ഷൻ സംഭവിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിനുള്ളൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം ഈ സ്ക്രിപ്റ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അത് മിസ്സായി പോയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സ്ക്രിപ്റ്റ് പല പോയിന്റുകളിലും വീക്കായി പോയിട്ടുള്ള കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമ, തുടക്കത്തിലൊക്കെ നല്ല അലർച്ച ഉണ്ടായിരുന്ന, നല്ല കൈകൊട്ടലൊക്കെ ഉണ്ടായിരുന്ന സിനിമ, പല പോയിന്റുകളിലും ഈ കൈകൊട്ടലുകളുടെ ആ ഒരു എനർജി മിസ്സായി പോയിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ലോകേഷിന്റെ ഈ വിക്രം സിനിമയ്ക്ക് വന്നേക്കുന്ന സമയത്ത് അന്ന് കമൽഹാസനൊന്നും ഇവിടെ കൈയടിക്കാൻ മാത്രമുള്ള ഒരു പരിപാടിയൊന്നും അതിനു മുമ്പ് ഞാനൊരു പടത്തിൽ കണ്ടിട്ടില്ല, ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. പക്ഷെ ആ സിനിമയുടെ ഇന്റർവെൽ പോർഷൻ തുടങ്ങി അവിടുന്ന് അങ്ങോട്ടേക്കുള്ള പരിപാടി എന്ന് പറയുന്നത് ഞാനൊക്കെ ഞെട്ടിധരിച്ച് പോയിട്ടുണ്ട്. ആ പടം കണ്ടിട്ട് അങ്ങേറ്റം ഞെട്ടിധരിച്ച് പോയിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാധനം രജനീകാന്തിനെ കൈ കിട്ടിയിട്ട് പോലും ലോകേഷിന് വിക്രമിനകത്ത് ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്ന പോലെ ഈ സിനിമയ്ക്കകത്ത് ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്. പല നല്ല മൊമെന്റ്സുകളുണ്ട്, പല നല്ല എലിവേഷൻ മൊമെന്റ്സുകളൊക്കെ ഉണ്ടെങ്കിലും സോക്കോൾഡ് നമ്മൾ ഈ സിനിമകളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ലോകേഷ് പടങ്ങളുള്ള പോലത്തെ ഒരു നല്ലൊരു ഇന്റർവെൽ ഈ സിനിമയ്ക്ക് ഇല്ല എന്നുള്ള കാര്യം ഒരു വലിയൊരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി ഡാഹ എന്ന് പറയുന്ന നമ്മളുടെ ആമിർ ഖാന്റെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് എടുത്ത് പറയണം എന്നുള്ള കാര്യം എനിക്ക് തോന്നി. കാരണം പുള്ളിനെ നല്ല നൈസായിട്ട് അങ്ങ് കൊളാക്കി വിട്ടു എന്നുള്ള കാര്യം എനിക്ക് തോന്നിയത്. കാരണം ഈ ക്യാരക്ടർ നല്ലൊരു ഇമ്പാക്ട് കൊടുക്കാനായിട്ട് പറ്റുമായിരുന്നു. സിനിമയുടെ ഒരു സീനകത്ത് ഇദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത് അതിന്റെ BGM ആയിക്കോട്ടെ, അനിരുദ്ധിന്റെ പണൽ എന്ന് പറയുന്ന ഒന്നും പറയാനായിട്ടില്ല. കിട്ടില്ലനാണ്. അതായത് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന പുള്ളിയുടെ പണി എന്ന് പറയുന്നത് വേറെ ലെവലാണ്, ഒന്നും പറയാനായിട്ടില്ല. ആമിർ ഖാന്റെ എൻട്രിക്ക് ആണെങ്കിലും കിടിലനാണെന്നുണ്ടെങ്കിലും ഈ പോയിന്റിനകത്ത് നമ്മൾ സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇവർ തമ്മിൽ എന്താണ് ശരിക്കുള്ള സംഭവം എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ശത്രുതയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യെങ്കിലും സിനിമയുടെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ അവസാന ഭാഗത്ത് ഇവർ തമ്മിൽ സിങ്ക് ആവുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൊരു ലോജിക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല. അതായത് സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഈ സിനിമയിലെ ലോജിക് എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് മിസ്സായി പോയി. സാധാരണ ലോകേഷ് പടങ്ങളിൽ നമുക്കറിയാം ഇതൊരു പുള്ളിയുടേതായിട്ടുള്ള ഒരു ലോകമാണ്, അവിടെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. അപ്പൊ അതിനകത്ത് പൂർണ്ണമായിട്ടുള്ള ലോജിക്കിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല.
എങ്കിൽ പോലും അതിനകത്ത് ഒരു മിനിമം ഒരു ലോജിക് സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ കഥയുടെ ഉള്ളിലുള്ള ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ലോജിക്ക് ചിന്തിക്കുന്ന സമയത്ത് പല പോയിന്റുകളിലും മിസ്സായി പോയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ഒന്നുകിൽ മിസ്സായി പോയതായിരിക്കാം, അല്ലെങ്കിൽ എഡിറ്റിംഗിൽ സംഭവിച്ചിരിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ സ്ക്രിപ്റ്റിനകത്ത് വന്നിരിക്കുന്ന വീക്ക്നെസ് ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കഥയും കഥയുടെ പശ്ചാത്തലവും അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ശ്രുതി ഹാസന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് എടുത്തു പറയണം എന്നുള്ള കാര്യം എനിക്ക് തോന്നി. കാരണം പുള്ളിക്കാരനെ വലിയ മോശമായിട്ട് തന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. സാധാരണ ഇപ്പൊ സലാർ സിനിമയിലൊക്കെ ഒരു ആവശ്യമില്ലാണ്ട് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിടുന്ന പോലെ ശ്രുതി ഹാസനെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു അത്യാവശ്യം റിലവൻസ് ഉള്ള ക്യാരക്ടർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ലോകേഷ് മൂവി ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു അട്ലിയുടെ പണ്ണലാണെന്നുള്ള കാര്യം എനിക്ക് തോന്നിപ്പോകും. കാരണം വുമൺ എംപവർമെന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. കുറേയധികം ട്രോളുകൾ പുള്ളിക്കെതിരുണ്ടായിരുന്നു. പുള്ളിയുടെ എല്ലാ പടങ്ങളും സ്ത്രീ കഥാപാത്രങ്ങളെ കൊന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമയ്ക്കകത്ത് ഒരു ലേഡി ക്യാരക്ടറിനെ കാണിച്ചേക്കുന്ന പോർട്രേ ചെയ്തേക്കുന്ന രീതി ഭയങ്കര മാസീവായിട്ട് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഓവറായിട്ടാണ് തോന്നിയത്. ബട്ട് ഓവറോൾ നോക്കുന്ന സമയത്ത് പടം ഒരു നല്ലൊരു വാച്ചാണ്, നല്ലൊരു ഫ്ലിക്കാണ്. പക്ഷേ നെൽസനൊക്കെ ചെയ്തു വെച്ചേക്കുന്ന പോലത്തെ ആ ഒരു പണ്ണല്, ആ ഒരു രജനികാന്ത് പടത്തിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട് നമുക്ക് ലോകേഷിന്റെ ഒരു പടത്തിനകത്ത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരുപാട് ടെക്നീഷ്യൻസിനെയും ആൻഡ് ഏറ്റവും കൂടുതൽ സ്റ്റാർ കാസ്റ്റുകളും, ഇതിലും വലിയ സ്റ്റാർ കാസ്റ്റ് എനിക്ക് കിട്ടാനായിട്ടില്ല. ഇത്ര ആൾക്കാരെ കിട്ടുന്ന സമയത്ത് ഒരുപക്ഷെ ഡയറക്ടറിന് തന്നെ ഒരു കൺഫ്യൂഷൻ എത്തുന്ന ഒരു പോയിന്റിലോട്ട് അയാൾ എത്തും. കാരണം ഈ എല്ലാ ക്യാരക്ടേഴ്സിനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണ്ടേ. ഇപ്പൊ രജനികാന്ത് അമീർ ഖാൻ അടിച്ചാലും പ്രശ്നമാണ്, അമീർ ഖാൻ രജനികാന്തിനെ അടിച്ചാലും പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരെ തമ്മിൽ സിങ്ക് ആക്കാന്നുള്ളൊരു ഒരു പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷറാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇവരെ സിങ്ക് ആക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിനെ അങ്ങ് കുഴച്ച് മറിച്ചു എന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നിക്കുന്നത്. സ്ക്രിപ്റ്റിനകത്ത് കോംപ്രമൈസ് ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നിക്കുന്നത്. സോ ഇത്രയും സ്റ്റാർ കാസ്റ്റുകളെ കൊണ്ടുവരണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് തോന്നിക്കുന്നത്. നേരെ മറിച്ച് വേറൊരു ക്യാരക്ടറിനാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിക്രമിനകത്ത് റോളക്സിനെയൊക്കെ കാണിച്ചിരിക്കുന്ന പോലത്തെ ആ സോക്കോയിന്റെ വൈബ് നമുക്ക് കിട്ടിയാലേ ഇനി അടുത്തൊരു പടത്തിനകത്തുള്ളൊരു എക്സ്പെക്ടേഷൻ കൂടി കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയായിരുന്നേ. ആ കാര്യത്തിൽ ശരിക്കും കാർത്തിക് സുബരാജ് അതുപോലെ നെൽസനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന പണ്ണൽ തന്നെയാണ് ഒരു ഒന്നൊന്നര പരിപാടി എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം അവർ കൊണ്ടുവന്നേക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്ന വേറെ ലെവലാണ്. ആ ഒരു സാധനം ഇതിനകത്ത് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇപ്പൊ ജയിലർ സിനിമയുടെ അവസാന ഭാഗത്ത് ക്യാമിയോസുകൾ വരുന്ന സമയത്തും ലാലേട്ടൻ അതുപോലെ ശിവരാജ് കുമാറൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവർക്കും ആ ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ടൈമിലാണ് അവർ വരുന്നതെന്നുണ്ടെങ്കിൽ പോലും. പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന പല ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിന് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഡാഹ എന്ന് പറയുന്ന നമ്മളുടെ അമീർ ഖാന്റെ ക്യാരക്ടർ. സോ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ തന്നെയാണ് സിനിമ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു കൂലി 2 സെറ്റ് ചെയ്യാം എന്നുള്ള രീതിക്കൊക്കെ തന്നെയാണ് ഇപ്പൊ പരിപാടിയുടെ ഒരു അവസാനം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു പൊതുവെയുള്ള ഒരു ലോകേഷ് കനകരാജ് പടങ്ങളുടെ ലിസ്റ്റിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സോ കോൾഡ് നല്ല ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എലിവേഷൻ മൊമെന്റ്സുകൾ ഉള്ള ഒരു സിനിമയാണെന്നുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അല്ല എന്നുള്ള കാര്യം പറയേണ്ടി വരും. കാരണം സ്ക്രിപ്റ്റിനകത്ത് കുറേ സ്ഥലങ്ങളിൽ വീക്ക്നെസ്സുകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മിസ്സിങ്ങുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. അതർവൈസ് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് എ വൺ ടൈം വാച്ച് എന്നുള്ള കാര്യം തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഐ മീൻ തിയേറ്ററിൽ ഇതൊരു വൺ ടൈം വാച്ച് എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഒരുപാട് കണക്ഷൻസുകളെ കുറിച്ച് പറയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കഥ കാണുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന പല പോയിന്റുകൾ അതിനകത്ത് വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് വളരെയധികം കിട്ടിയായിരുന്നു. കാരണം പ്രഡിക്ഷൻസുകളൊക്കെ അല്ലെങ്കിൽ ഡീകോഡിങ്സുകളൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇതിനകത്ത് സംഭവിച്ചായിരുന്നത്. സോ എന്തായാലും സിനിമ കണ്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമുള്ള കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം പേരിലോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സൈനിങ് ഔട്ട്.